ഹലോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന്. ബാങ്കിളാണ്. ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാൻ ബാങ്കിൾ കവർ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി. ഞാൻ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് പാച്ചസ് ആദ്യം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പാച്ചസ് ചെയ്തിട്ട് അതിനെ പേസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലേക്ക് ഞാൻ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഈ കുന്തൻ മാറ്റ് കുന്തനാണ്. മാറ്റ് കുന്തൻ ഉപയോഗിച്ചിട്ട് ഒരു 8 എണ്ണം, അത് നമുക്ക് 10 വേണമെങ്കിൽ 10 കൊടുക്കാം, 6 വേണമെങ്കിൽ 6 കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബാങ്കിൾ 1 കട്ട് ബാങ്കിളാണ്. 1 കട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ വീതിയുള്ള ഒരൊറ്റ ബാങ്കിളാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് അതിൽ കുറച്ച് വീതിക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 8 എടുത്തിട്ടുണ്ട്. 8 നമ്മുടെ മാറ്റ് കുന്തൻ ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ ഞാൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ മാറ്റ് കുന്തൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെറാമിക് കുന്തൻ, നമ്മുടെ സെറാമിക് കുന്തൻ ഐ സ്റ്റോൺ പോലുള്ളത്, ഐയുടെ ഷേപ്പിലുള്ളത് 4 സെൻറ്ററിൽ കൊടുത്തു. നിങ്ങൾക്ക് എത്രത്തോളം അത് സൂം ചെയ്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. 4 സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് സെറാമിക് കുന്തനാണ്. നമ്മുടെ ഐ ഷേപ്പിലില്ലേ അത്. മറ്റേത് ഡ്രോപ്പ് കുന്തൻ ഒരു 8 എണ്ണം സർക്കിൾ ഷേപ്പിൽ കൊടുത്തു. ഇനി സെൻറ്ററിൽ ഒരു സ്റ്റോണും കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ എത്രത്തോളം ഒരുമിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് ഉരുക്കിയെടുക്കണം. എടുക്കുമ്പോൾ അപ്പോൾ ഒരു നല്ല ഫിനിഷിംഗ് ആണ്. ഒരുപാട് അങ്ങ് ഉരുക്കരുത് കേട്ടോ. ഞാൻ ഒന്ന് കാണിക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന്, കാരണം അത് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എന്നൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുമ്പോൾ തന്നെ അത് പുറത്തേക്ക് എന്തെങ്കിലും നിൽക്കുന്ന അങ്ങ് അകത്തേക്ക് ആയിക്കോളും കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് എനിക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇത് ഞാൻ ഇതാണ് 4 കട്ട് ബാങ്കിൾ. 4 കട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കട്ടല്ല, 1 കട്ട്, ഒരൊറ്റ ബാങ്കിളായിരിക്കും കേട്ടോ. 4 കട്ട് എന്ന് പറയുമ്പോൾ 4 ചെറിയ ബാങ്കിൾ, ഇത് ഒരു കട്ടാണ്, 1 കട്ട് ബാങ്കിളാണ്. അതിലേക്ക് ഇതുപോലെ ഫുള്ളങ്ങ് ഞാൻ പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കുകയാണ്. നോക്കിയേ. അപ്പോൾ അത് കംപ്ലീറ്റ് ഇത്. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ടാവും നമ്മൾ ചെയ്തതല്ലേ. പിന്നെ പ്ലാസ്റ്റിക്കുമാണ് അടിയിൽ, ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് കൈയൊന്നുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നമ്മൾ ചിലപ്പം സൈഡിലേക്ക് ബാങ്കിൾ തിരിച്ച് ചെയ്യും തോറും അത് ഇളകി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ബാക്കി ചെയ്യുക. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. വാങ്ങിക്കാനൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാങ്കിളാണ് കേട്ടോ ഈ കുന്തൻ ബാങ്കിളും ഹാൻഡ് മെയ്ഡ് ബാങ്കിൾസും ഒക്കെ. ഓക്കെ, ഇതുപോലെ ബാക്കി നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് അങ്ങ് നമ്മുടെ കൈ കൊണ്ട് നമ്മളങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ പെട്ടെന്ന് തന്നെയാണ് ചെയ്യാം. ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇത് ചെയ്തില്ല എങ്കിൽ അത് ഇരിക്കില്ല, ഇളകി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ലിപ്പ് ചെയ്ത് വരും. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പതിയെ ചെയ്യുക. അത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സൈഡ് തിരിക്കുമ്പോഴായിരിക്കും ആ വെയിറ്റ് കൊണ്ട് ഇളകി വീഴുന്നത് കേട്ടോ. എന്ന് പറയാം, പിന്നെ ഇളകി വീഴുമെന്നുള്ളത് ഡ്രൈ ആയാൽ പ്രശ്നമില്ല, ഒരു ചെറിയ സമയം എടുക്കും. അതുവരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒരേ ലെവലിലാണോ എന്ന് നോക്കുക. ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് അങ്ങോട്ട് ചെയ്യും. ഇതിപ്പോൾ സിമ്പിളായിട്ട് കാണാം, ഇത് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ്റെ വർക്കായപ്പോൾ അതിനനുസരിച്ച് ബാക്കിയും കൂടെ ചെയ്യാണ് കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലെല്ലാം ഞാൻ സ്ക്വയർ നമ്മുടെ സെറാമിക് കുന്തൻ ഒന്ന് കൊടുക്കുകയാണ്, ഒരു ഡയമണ്ട് ഷേപ്പിൽ സ്ക്വയറിന് സൈഡ് തിരിച്ചങ്ങ് കൊടുക്കുകയാണ്. അത് ഫുള്ള് കൊടുക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ഞാൻ സെൻറ്ററിൽ ചെയ്ത വീതിയുള്ള ബാങ്കിളാണ് കാണിച്ചത്. ഇതിൻ്റെ സൈഡിൽ പിന്നെ 4 കട്ടിൻ്റെ ചെറിയ ബാങ്കിൾസും കൂടെ ഉണ്ട്. പിന്നെ അതിൽ ഗോൾഡൻ ബാങ്കിൾസ് കൂടെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വെഡ്ഡിങ് സെറ്റായിരുന്നു കേട്ടോ. അത് ഫുള്ളായിട്ടൊന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഹെയർ ക്ലിപ്പ്, നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു കമ്മൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാല ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സെറ്റായിട്ടാണ് ചെയ്തത് കേട്ടോ. നോക്കിയേ. അപ്പോൾ സെൻറ്റർ ക്ലിപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, കമ്മലൊന്നും ചെയ്തതിൻ്റെ വീഡിയോ ഇല്ലായിരുന്നു, അതാണ് ഇടാത്തത്. അപ്പോൾ ഇതുപോലെ വരുന്നത് ഞാൻ ഒരുമിച്ച് ഇതുപോലെ ക്ലോട്ട് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം. കാരണം കമ്മലൊക്കെ ചെയ്യുന്ന ഒന്നുമില്ല, ഈ ഫ്രെയിമിൻ്റെ പുറകിൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. അത് നമുക്ക് അതിൻ്റെ കൂടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് പെൻഡൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐപ്പിന്നും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡൻ്റ് ആയി കഴിഞ്ഞു ഇതിൻ്റെ ബാക്കിൽ. നോക്കി, ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോയാൽ മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ബാങ്കിൾ കവർ ചെയ്യുന്ന വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെ കസ്റ്റമൈസേഷനൊക്കെ വരുന്നതുകൊണ്ട് കുറേ കളറിലെ ബാങ്കിളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഈ വെറുതെ ഇരിക്കുമ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നോക്കിയേ, ഇതേ പാച്ചസ് വെച്ചിട്ട് തന്നെ സെൻറ്റർ ക്ലിപ്പും ചെയ്യുകയാണ്.
കാരണം അത് ഞാൻ മൊത്തത്തിലൊരു സെറ്റിൻ്റെ കസ്റ്റമൈസേഷൻ ആയിരുന്നു. അപ്പോൾ ദേ ഇതുപോലെ ഇത് നിങ്ങൾക്ക് സെൻറ്റർ ക്ലിപ്പ് വേണമെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പും ചെയ്തെടുക്കാം. ഇതിൽ 4 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി, നമ്മുടെ സെൻറ്റർ ക്ലിപ്പായി കഴിഞ്ഞു. ഇനി ഇതേ സാധനത്തിലേക്ക്, ഇതേ നമ്മുടെ പാച്ചസിലേക്ക് പുറകിൽ ഒരു നമ്മുടെ സ്റ്റഡില്ലേ അതിൻ്റെ അറ്റാച്ച്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇയർ റിംഗ് ആയിട്ടിടാം. ഇതിൻ്റെ പുറകിലൊരു ഐ പിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് പെൻഡൻ്റായി. നമുക്കത് മാലയിൽ യൂസ് ചെയ്യാം. നോക്കിയേ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ കൂടുതലൊക്കെ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലതിലും ഉപയോഗിക്കാം കേട്ടോ. മാല, വള, കമ്മൽ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സാധനം നമ്മളിപ്പോൾ ഒരു 10 ഗ്രാം വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ചെയ്തിട്ട് ബാലൻസ് ഒന്നും വരില്ല. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. നോക്കി, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഇതുപോലെ പലതും എൻ്റെ കയ്യിൽ ആ മാലയുടെ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നോക്കി, അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കി, നല്ല ഭംഗിയല്ലേ? അപ്പോൾ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.